ഭ ഭ ഭ ഭയം ഭക്തി ബഹുമാനം പേരുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൾക്കാരിലേക്ക് റീച്ച് ചെയ്തൊരു സിനിമയാണ്. ഇതിന്റെ ടീസർ വന്നു. ഒരു അതിഗംഭീര ടീസറൊന്നും അല്ലെങ്കിലും നമ്മൾ കാണാൻ പ്രതീക്ഷിച്ച ഒരാളെ കാണുന്നതിൻ്റെ ഒരു സുഖമുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ടീസറിൻ്റെ ആദ്യത്തെ ഷോട്ട് തന്നെ ഒരാൾ പതുക്കെ നടന്നു വരുമ്പോൾ തന്നെ അറിയാം ഇത് മോഹൻലാൽ ആണെന്നുള്ളത്. ഒരു വിൻറ്റേജ് ലുക്കിലുള്ള മോഹൻലാൽ, പഴയ എനിക്കൊന്ന് ദിലീപിൻ്റെ ഫ്ലാഷ് ബാക്ക് വരുന്നതാണ്. ഈ ടീസർ കാണുമ്പോൾ തന്നെ അറിയാം വിനീത് ശ്രീനിവാസനും ദിലീപും തമ്മിലുള്ള ഒരു റൈവലറിയാണ്, ഒരു വീറും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാശിയും കാണിക്കുന്ന ഒരു സിനിമയാണ്. ഇതിനിടയിൽ വരുന്നൊരു ക്യാരക്ടറാകാം മോഹൻലാലിൻ്റെ ഒരു ഗുരുസ്ഥാനീയനായിട്ട്, ദിലീപിൻ്റെ ഒരു ഗുരുസ്ഥാനീയായിട്ടൊക്കെ കാണുന്ന ഒരാളായിരിക്കാം മോഹൻലാൽ. എന്തായാലും ആ രീതിയിൽ പോകുന്നൊരു സിനിമ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ വലിയ കഥാപരമായും വലിയ സംഭവമായിട്ടൊന്നും അവർ തന്നെ പറയുന്നില്ല, ലോജിക്കൊന്നും ഇല്ലാതെ പോയി കാണാൻ ഉള്ളൊരു സിനിമയായിട്ടേ അവരും പറയുന്നുള്ളൂ. ആ രീതിയിൽ കാണേണ്ട പടം തന്നെയാണ്. എന്തായാലും മോഹൻലാൽ ഉള്ളതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് എനിക്ക് 100 മടങ്ങ് പ്രതീക്ഷ വർദ്ധിക്കുന്നത്. കാരണം ദിലീപും വിനീത് ശ്രീനിവാസനും മാത്രമായിരുന്നെങ്കിൽ ഒരിക്കൽ ഈ സിനിമയ്ക്ക് ഇത്രയും ഹൈപ്പ് വരത്തില്ല. ഇപ്പോൾ ഇതൊരു കൊടൂര ഹൈപ്പായി മാറിയത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഇതിനകത്തോട്ട് എൻട്രി ചെയ്തപ്പോഴാണ്. അന്നേരം ഡിസംബർ 18 ഉറപ്പിച്ചു. പലതവണ ഇത് മാറ്റിവെക്കുന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ ഡിസംബർ 18 ഉറപ്പിച്ചു. തിയേറ്ററിൽ ഓളം ഉണ്ടാക്കുന്ന ഒരു ഗംഭീര ചിത്രം ലോജിക്കില്ലാതെ നമുക്ക് കാണാം.